ഓക്കെ, ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഒരു നെയിം പ്രിൻ്റ് ആക്കുക എന്നുള്ളതാണ്. സോ അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളെടുക്കുന്ന ഈ വേരിയബിളില്ലേ, നെയിം എന്ന് പറഞ്ഞിട്ടത് ഈ വേരിയബിൾ, അപ്പോൾ ഇതൊരു ഡബിൾ കോട്ട്സിലിട്ടാൽ ഒരിക്കലും ഈ സാധനം പ്രിൻ്റ് ആകില്ല. അത് കാരണം നമ്മൾ ചെയ്താൽ ഒരിക്കലും ഈ നെയിം എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിൽ ഇട്ട് കൊടുക്കല്. എന്ന് വെച്ചാൽ ഇത് ഡബിൾ കോട്ട്സിൽ ഇട്ട് കൊടുത്താൽ ഈ ഡബിൾ കോട്ട്സിനകത്തിടുന്നത് അതേപടി നേരെ പ്രിൻ്റ് ആകും. അപ്പോൾ ഈ നെയിമെന്ന് കൊടുത്തിട്ടില്ലേ, ഈ നെയിമെന്ന് തന്നെ ആയിരിക്കും പ്രിൻ്റായി വരുന്നത്, ഒരിക്കലും വേരിയബിൾ അല്ലായിരിക്കും. അതിപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പേര് ചോദിച്ചു, പേരടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പോൾ പ്രിൻ്റായി വന്നിരിക്കുന്നത് എന്താ, ദ നെയിം യു എൻ്റേഡ് ഈസ് നെയിം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്തിരിക്കുന്ന നെയിം എന്നല്ലേ, അപ്പോൾ അത് അതേപടി പ്രിൻ്റായി വന്നിരിക്കുകയാണ്, നെയിമെന്ന് തന്നെ. അപ്പോൾ ഈ ഡബിൾ കോട്ട്സ് ഒരിക്കലും നമ്മളൊരു വേരിയബിൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ കൊടുക്കരുത്. ഡയറക്റ്റ് എന്താണോ അത് തന്നെ അങ്ങ് എഴുതി കൊടുക്കുക, പിന്നെ റൺ ചെയ്യുക. ഇപ്പം വീണ്ടും നെയിം അടിക്കാൻ ചോദിക്കണം, നമ്മൾ നെയിം അടിക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പറയാൻ വിട്ടുപോയതാണ്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതെല്ലാം നമുക്കിനി ക്ലിയർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് നമ്പേഴ്സിനെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. പിന്നെ നമ്പേഴ്സിനെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യിച്ചൊരു സ്ട്രിങ് ആണ്, ശ്രീ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. പക്ഷേ അത് ജസ്റ്റ് കുറേ ക്യാരക്ടറാണ്, ABCD അങ്ങനെയല്ലേ. അപ്പോൾ നമുക്കതുപോലെ തന്നെ ഈ നമ്പേഴ്സിനെ എൻ്റർ ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കും. ഇപ്പോൾ ഞാൻ A എന്നാണ് കൊടുക്കുന്നത്, A = ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കാം. അപ്പോൾ ആ സാധനം എയിൽ സ്റ്റോർ ആകും. നമ്മൾ എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്പേസ് വിട്ടേക്കാം. അതെന്താണോ അതിനകത്തുള്ളത് അത് എയിൽ ലോഡാകും. നമുക്ക് വേണമെങ്കിൽ ആ A ഒന്ന് പ്രിൻ്റ് ആക്കി നോക്കാം. പ്രിൻ്റ് A എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിനെ റണ്ണാക്കുമ്പം എന്താണോ എയിലുള്ളത്, നമ്മൾ എന്താണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അത് അവിടെ പ്രിൻ്റ് ആകും. നെക്സ്റ്റ് ലൈൻ ഇപ്പോൾ ഇവിടെ ചോദിക്കും എൻ്റർ എ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1 എന്ന് അടിച്ചു കൊടുക്കുക, എൻ്റർ കൊടുക്കുക. 1 അവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന സാധനം ശരിക്കും ഒരു സ്ട്രിങ് ആയിരിക്കും. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ നമ്മൾ ഈ സിംഗിൾ കോട്ട്സിൽ അല്ല ഈ ഡബിൾ കോട്ട്സിലിടില്ലേ, അതുപോലെ തന്നെ ഒരു സാധനമായിരിക്കും എയ്ക്കകത്ത് വരുന്നത്. അപ്പം ഇതിനെ നമ്പർ ആക്കണമെങ്കിൽ നമ്മൾ ഇതിനെ എൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ ചെയ്യണം. അതിനെക്കുറിച്ച് ഇപ്പോൾ കൺസേൺ ചെയ്യേണ്ട. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയത് നമ്മൾ എടുത്തു വെച്ചു. അപ്പം ഇതൊരു സ്ട്രിങ് ആണ്, അത് മാത്രം ഓർക്കുക. ഇനി എനിക്കിപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2 നമ്പറിൻ്റെ അഡീഷനാണ് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു നമ്പർ ഇൻപുട്ട് എടുക്കേണ്ട എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേറൊരു പ്രോഗ്രാം എഴുതാം. ഒരു നമ്പർ 2 നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, ദാറ്റ്സ് ഓൾ. അപ്പം പ്രിൻറ്റ് ചുമ്മാ ഒരു ഹെഡിങ് പോലെ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് കൊടുക്കുക. numbers. ഓക്കെ, അഡീഷൻ സ്പെല്ലിങ് ഒക്കെ വിട്ട് കളയണം കേട്ടോ. എന്നിട്ട് അഡീഷൻ നമ്മൾ റൺ ചെയ്യാം. നമുക്ക് എപ്പോഴും ചുമ്മാ ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഏത് ലൈൻ എഴുതിയാലും അപ്പോൾ തന്നെ റൺ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു എററുണ്ട്. ആ എറർ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രിൻറ്റ് അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എററൊന്നുമില്ല. ഇൻ കേസ് ഇവിടെ നമ്മളിത് ഇടാതെ ഒന്ന് റണ്ണാക്കി നോക്കിയാൽ അവിടെ ഒരു എറർ വരും. അത് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇതുകൊണ്ട് ഇവിടെ ഒരു എറർ വന്നു. അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ഇവിടെ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. ഇത് EOL എൻഡ് ഓഫ് ലൈൻ വൈൽ EOL എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ലൈൻ എന്നാണ്. വൈൽ സ്കാനിങ് സ്ട്രിങ് ലിറ്ററൽ. അപ്പോൾ അവിടെ ഡബിൾ കോട്ട്സ് ഇല്ലാതിൻ്റെ കുഴപ്പമാണ്. ഡബിൾ കോട്ട്സ് ഇടുക, റണ്ണാക്കുക, അപ്പോൾ എറർ ശരിയാകും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സാണ്. അഡീഷൻ ഓഫ് 2 നമ്പേഴ്സിന് 2 വേരിയബിൾസ് വേണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്പർ 1 നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് എടുക്കാം. നമ്പർ 1 = എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുക്കാം. ഇൻപുട്ട് എൻ്റർ ഓക്കെ, ഇത് റണ്ണാക്കി നോക്കുക എന്തെങ്കിലും എറർ ഉണ്ടോയെന്ന്. അവനിപ്പോൾ എൻ്റർ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, 1 എൻ്റർ ചെയ്യുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്പറും അതുപോലെ തന്നെ എൻ്റർ ചെയ്യാം.
നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുക്കാം, ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് ഇത്രയും ഓക്കെ. ഇവിടെ ഇങ്ങനെ കൊടുക്കരുത്, ഇങ്ങനെ കൊടുത്താൽ ഇത് എറർ അടിക്കും. ഇങ്ങനെ ഇതിനിടയ്ക്ക് ഇവിടെയൊക്കെ ഞാൻ സ്പേസ് കൊടുത്തിട്ടില്ലേ, ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും, ഈ സ്പേസും. പക്ഷേ കോഡ് കാണാൻ ഒരു വൃത്തിയാണ് അങ്ങനെ കൊടുത്താൽ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള പ്രോംപ്റ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് നമ്പറിനുള്ള ചോദിച്ചു. ഇത് 2 റൺ ചെയ്ത് നോക്കുക എന്തെങ്കിലും എറർ ഉണ്ടോയെന്ന്, 2 നമ്പറും എൻ്റർ ചെയ്ത് എടുക്കുന്നുണ്ടോയെന്ന്. ലൈൻ ബൈ ലൈൻ നമ്മൾ നോക്കിപ്പോയാൽ കറക്റ്റ് നമുക്ക് കോഡ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമ്പർ അടിക്കാൻ ചോദിച്ചു, ഞാൻ ഒന്ന് 2 അടിച്ചിട്ട് എൻ്റർ ചെയ്യണം. ഇനി സെക്കൻഡ് നമ്പർ ചോദിച്ചു, അത് നമുക്ക് 2 തന്നെ, എനിക്ക് ഇഷ്ടമുള്ള നമ്പർ എന്താണോ അത് കൊടുക്കാം. ഞാൻ 2 തന്നെ ഒന്നുകൂടെ കൊടുക്കുകയാണ്. 2 കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഇതൊരു എററൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അഡീഷനാണ്. അപ്പോൾ അഡീഷന് സാധാരണ നമ്മളൊരു കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യണേ? ഇത് ഇങ്ങനൊരു സാധനമല്ലേ 2 നമ്പറിനിടയ്ക്ക് യൂസ് ചെയ്യുന്നത് ആണല്ലോ. ഇത് നമുക്ക് 2 നമ്പറായി, ഇനി ഇതിൻ്റെ സം അല്ലെങ്കിൽ ആഡ് ചെയ്തതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേറൊരു വേരിയബിൾ വേണം. അതിന് സം എന്നോ വല്ലതും പേര് കൊടുക്കാം, സമ്മോ നമ്പർ 3യോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം സം എന്ന് കൊടുക്കുക, ഈക്വൽ ടു ഇടുക, നമ്പർ 1 പ്ലസ് നമ്പർ 2 എന്ന് കൊടുക്കുക, റൺ ചെയ്യുക. മിക്കവാറും എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. 2 ഓക്കെ, എററൊന്നും അടിച്ചിട്ടില്ല, ചെറുക്കൻ റണ്ണായി, സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ എററൊന്നും വന്നില്ല. നമുക്ക് എന്താണ് നമ്മുടെ സമ്മിൽ ഇനി വന്നതെന്ന് അറിയണ്ടേ. അപ്പം പ്രിൻ്റ് ചെയ്യാം, പ്രിൻറ്റ് ദ സം ഈസ്, ഇതൊക്കെ ചുമ്മാ ഷോ ആയി കേട്ടോ. പറഞ്ഞിട്ട് ഇങ്ങനെ സ്പേസ് കൊടുക്കുക, എന്നിട്ട് ഈ സം എന്താണോ അതും കൂടെ അങ്ങ് പ്രിൻ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ 2ൻ്റെ റിസൾട്ട് ഇപ്പം സമ്മിലല്ലേ ഉള്ളത്, എന്നുവെച്ചാൽ നമ്പർ 1 നമ്പർ 2 ആഡ് ചെയ്ത് ആ റിസൾട്ട് സമ്മേ സ്റ്റോർ ചെയ്യുക. ആ സമ്മ നമ്മൾ പ്രിൻ്റ് ചെയ്യുക, ഇത് സമ്മേസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, റൺ ചെയ്യുക. ഓക്കെ, ഇവിടെ എൻ്റർ ഫസ്റ്റ് നമ്പർ വന്നു. ഇതവണ ഞാൻ 1 അടിച്ചു കൊടുക്കണം, 1 എൻ്റർ ചെയ്തു. സെക്കൻഡ് നമ്പർ ഇഷ്ടമുള്ള ഞാൻ ഒരു 3 കൊടുക്കുകയാണ്, എൻ്റർ ചെയ്യാം. സം ഈസ് 13. അത് എറാണ്, 1 3 എങ്ങനെ 30 കൊടുക്കുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എടുത്ത ഈ 2 നമ്പരും സ്ട്രിങ് ആയിട്ടാണ് ഇവൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1ഉം 3ഉം അല്ലേ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ ഈ 1 + 3 എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം കൂടെ ചേർത്ത് വെച്ച് എടുത്തിട്ട് സമ്മിലോട്ട് വെക്കും. അപ്പം ഞാൻ ആദ്യം ഇവിടെ എറർ അടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ എററൊന്നും അടിച്ചില്ല. ഇവൻ ഇങ്ങനെയാണ് പരിപാടി ചെയ്തത്. നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ 2നെയും സ്ട്രിങ്ങിൽ നിന്ന് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്ത് വരുന്ന നമ്പർ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. അപ്പം ഇൻറ്റിജർ ഓഫ് നമ്പർ 1 എന്ന് കൊടുക്കുക, ഇവിടെയും ഇൻറ്റ് ഓഫ് നമ്പർ 2 എന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിനെ വേറൊരു വേരിയബിളിലോട്ട് എടുത്ത് വെക്കാം. അത് ഒന്നും കൺഫ്യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും ഇൻറ്റ് ഓഫ് നമ്പർ 1 പ്ലസ് ഇൻറ്റ് ഓഫ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കിട്ടണമല്ലോ. ഓക്കെ, അപ്പോൾ റൺ ചെയ്യുക. നമ്പർ 1 ഞാൻ 2 ആണ് ഇപ്രാവശ്യം എൻ്റർ ചെയ്ത്. ഇതിടയ്ക്ക് ഇങ്ങനെ എറർ അടിച്ച് പോകണം, ഒന്നുകൂടെ റണ്ണാക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, 1 അടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അടിക്കാം. സെക്കൻഡ് നമ്പർ ഞാൻ 3 അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. ഗായ്സ്, ഇതാണ് സാധനം, സം ഈസ് 4. അപ്പം ഇതിന് ഇവിടെ ഇൻറ്റ് ഓഫ് കൊടുക്കുന്ന ഒരു മെത്തേഡ് മാത്രമല്ല ഉള്ളത്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഇൻറ്റ് ഓഫ് നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുത്തതിന് പകരം നമുക്ക് നമ്മുടെ ഇൻപുട്ട് എടുക്കുമ്പോൾ തന്നെ അതിനെ ഇൻറ്റായിട്ട് എടുക്കുന്ന രീതിയിൽ കൊടുക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇൻപുട്ട് എടുത്തില്ലേ, ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇതൊരു ബ്രാക്കറ്റിൽ ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അടിക്കും. ഇൻറ്റ് ഓഫ് പറഞ്ഞിട്ട് ഇവിടെയും ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ റണ്ണാക്കി നോക്കുക. ഇപ്പോൾ ഇതിവിടെ എടുക്കുമ്പോൾ തന്നെ ഇതിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട്
ആയിരിക്കും പിന്നെ ഇത് നമ്പേഴ്സായി. അപ്പോൾ ഇവിടെ വേറൊരു കൺവേർഷൻ്റെ ആവശ്യമില്ല. എടുക്കുമ്പോൾ തന്നെ ഇൻറ്റിജർ നമ്പേഴ്സായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തെടുത്തോളും. ഓക്കെ, ഒന്ന് റൺ കൊടുക്കുക. എൻ്റർ ഫസ്റ്റ് നമ്പർ നമ്മൾ 1 അടിക്കുക, സെക്കൻഡ് നമ്പർ 3 അടിക്കുക. ഇപ്പം എററൊന്നും അടിച്ചില്ല, 13 വന്നില്ല, നമ്പർ ഈസ് 4. അപ്പം ഇങ്ങനെയൊരു മെത്തേഡ് കൂടെ ഉണ്ട്. ഇതല്ലാതെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിവിടെ പഴയ പോലെ തന്നെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ലൈനിൽ ഇവന്മാരെ വേറൊരു വേരിയബിളിലോട്ട് എടുത്തു വെക്കാം. അപ്പോൾ നമ്പർ 1 ഇൻറ്റ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് നമ്പർ 1 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്പർ 2-ൻ്റെയും കൊടുക്കാം. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കിട്ടും. ഓക്കെ, നമ്പർ 2 അണ്ടർസ്ക്വയർ ഇൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് നമ്പർ 2 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ചേഞ്ച് ചെയ്യാം. വെച്ചാൽ നമ്മൾ ഇൻറ്റാക്കിയ നമ്മുടെ നമ്പർ അത് നമ്പർ 1-ലും ഇൻറ്റാക്കിയ നമ്പർ 2-ലും ഉണ്ട്. അപ്പം അവന്മാരെ ഇവിടെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. നമ്പർ 1 ഇൻറ്റ് പ്ലസ് നമ്പർ 2 ഇൻറ്റ്. ഓക്കെ, ഇത് റണ്ണാക്കുക. ഫസ്റ്റ് നമ്പർ 2 കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാം. സെക്കൻഡ് നമ്പർ 3 കൊടുക്കാം. ഓക്കെ, 2 + 3 5 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, നമുക്ക് 2 വേരിയബിൾസ് എക്സ്ട്രാ വരുന്നു എന്നുള്ളതാണ്. സോ മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എടുക്കുമ്പോൾ തന്നെ ഇതിനെ ഇൻറ്റിജറായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതിലെല്ലാം ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യണേ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് അതാണ്. അപ്പം അത്രയും വേരിയബിളിൻ്റെ ആവശ്യമില്ല, ഒരു ലൈൻ എക്സ്ട്രാ വരില്ല, അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ വലിയ കോഡിലേക്കൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞൊരു ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നം വരും. അപ്പം അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് കോഡിൻ്റെ ലൈൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പം ഇനിയുള്ള കോഡുകളിലും മിക്കവാറും ഞാനിങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. നമുക്ക് റൺ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്പർ 2 കൊടുക്കുക, സെക്കൻഡ് നമ്പർ 3 കൊടുക്കുക. ഇവിടെ നമ്മൾ നമ്പർ 1 ഇൻറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ നമ്പർ 1 ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കളഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്പർ 1 തന്നെ പഴയ നമ്മുടെ മേളിൽ എഴുതിയിരിക്കുന്ന അതേ വേരിയബിൾ തന്നെ ആക്കുക. നമ്പർ 1 നമ്പർ 2 കുഴപ്പമില്ലല്ലോ, 100 റൺ ആക്കുക. ഓക്കെ, ഇവിടെ നമ്പറിനോട് ചോദിച്ചു, എടുക്കുക. നമ്പർ 2 എൻ്റർ ചെയ്യുക, 3 എൻ്റർ ചെയ്യുക. 2 + 3 ഇപ്പോൾ 5 എന്ന് പറഞ്ഞിട്ട് താഴെ വരും. 2 + 3 5. സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മെയിൻലി കാണിച്ചത് എങ്ങനെ നമ്പർ ആഡ് ചെയ്യാം, പിന്നെ എങ്ങനെ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതൊരു സ്ട്രിങ്ങിനെ മീൻസ് നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്ന ഏതൊരു സ്ട്രിങ്ങിനെയും നമുക്ക് സ്ട്രിങ്ങിനകത്തിട്ടിരിക്കുന്ന നമ്പറിനെ നമുക്ക് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിച്ചത്. അതോർത്ത് കുഴയൊന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു സ്ട്രിങ് ആയിരിക്കും. അതിനെ ആദ്യം നമുക്ക് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതാണ് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്ത നമ്പറിനെ പിന്നീട് ആഡ് ചെയ്തു. അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനിയും അടുത്തത് ചെയ്യാൻ പോണത് സബ്ട്രാക്ഷൻ, ഡിവിഷൻ, പിന്നെ കുറച്ച് അരിത്തമെറ്റിക്സ്. ഇത്രയേ ഉള്ളൂ. ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ചെയ്യുന്ന ഒരു കോഡാണ്. പക്ഷേ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇത്രയും ഈ ലൈനാണ് ആലോചിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു നമ്പറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അതാണ് ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ മെയിനായിട്ടും കവർ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.